രാജ്യത്ത് ദളിത് വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ 31.20% വർധനയാണുണ്ടായിരിക്കുന്നത്. വംശീയ അതിക്രമങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ മണിപ്പൂരിൽ 2023 3399 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2022 ഒരു കേസ് മാത്രമായിരുന്നു എന്നിടത്ത് വർധനയുടെ തോത് നിർണ്ണയിക്കാനാകാത്ത വിധം ഉയർന്നതാകുന്നു. ദേശീയ തലത്തിൽ പട്ടികവർഗക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത ആകെ കേസുകളുടെ എണ്ണം മുൻവർഷത്തെ 10,064 നിന്ന് 12,960 ഉയർന്നു. പട്ടികജാതിക്കാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാകട്ടെ 2022 57,582 കേസുകളിൽ നിന്ന് 2023 57,789 വർദ്ധിച്ചത്. 2018 ദളിതർക്കെതിരായ അതിക്രമങ്ങൾ 42,747 ആയിരുന്നത് 2019 45,876 ഉയർന്നു. 2020 കോവിഡിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായപ്പോൾ അത് 50,202 ഉയർന്നു. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള BJP സർക്കാർ അധികാരമേറ്റതു മുതൽ ഈ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. NCRB കണക്കുകൾ പുറത്തുവന്ന അതേ ദിവസം തന്നെയാണ് BJP ഭരിക്കുന്ന ഗുജറാത്തിൽ നിന്ന് ദളിത് അതിക്രമത്തിന്റെ വാർത്ത എത്തിയത്. മതാഘോഷ പരിപാടിയിൽ വെച്ച് ദളിത് സ്ത്രീയെ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. 4 സ്ത്രീകൾ ദളിത് സ്ത്രീയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചതായും പരാതിയുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തൊട്ടുകൂടായ്മയും സാമൂഹ്യ അനാചാരങ്ങളും നിർമ്മാർജ്ജനം ചെയ്തതാണെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അവ അതേപടി നിലനിൽക്കുന്നുണ്ട്. ജനനത്തെ അടിസ്ഥാനമാക്കി വിഭാഗീകരണം നടത്തുകയും സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പ്രതിഷ്ഠിച്ച് അവഗണിക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. BJPയും സംഘപരിവാർ ശക്തികളും പിന്തുടരുന്ന മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ ജനനത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ സമൂഹത്തെ വിഭജിക്കുകയും ദളിത് വിഭാഗത്തിനെതിരെ അതിക്രമങ്ങൾ നടത്തുകയുമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ കൂടുതലാണെന്ന് ഓരോ വർഷത്തെയും NCRB കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. ഹരിയാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ക്രമാനുഗതമായി വർദ്ധിച്ചു. 2020 മാത്രം ഉത്തർപ്രദേശിൽ ആകെ 12,714 കേസുകളുണ്ടായി. അതിൽ 3,955 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഹരിയാനയിൽ 1,210 കേസുകളിൽ 12, മധ്യപ്രദേശ് 6,899 791, മഹാരാഷ്ട്ര 2,569 87, ഒഡീഷ 2,046 5, രാജസ്ഥാൻ 7,017 886 എന്നിങ്ങനെയാണ് ആ വർഷം റിപ്പോർട്ട് ചെയ്തതും ശിക്ഷിക്കപ്പെട്ടതുമായ കേസുകളുടെ എണ്ണം. കേസുകളുടെയും ശിക്ഷിക്കപ്പെടുന്നവരുടെയും എണ്ണത്തിലുള്ള ഗണ്യമായ വ്യത്യാസത്തിൽ നിന്നു തന്നെ ഇക്കാര്യത്തിലുള്ള BJP സർക്കാരുകളുടെ ഉദാസീനതയും വിഭാഗങ്ങളോടുള്ള വിവേചനവും ബോധ്യപ്പെടുന്നതാണ്. പലവിധത്തിലുള്ള വിവേചനങ്ങളും അതിക്രമങ്ങളുമാണ് ഈ വിഭാഗങ്ങൾ നേരിടുന്നത്. 2022 രാജസ്ഥാനിലെ ജലോർലെ സ്കൂളിൽ കലത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് അധ്യാപകൻ മർദ്ദിച്ച 9 വയസ്സുള്ള ദളിത് വിദ്യാർത്ഥിയാണ് മരിച്ചതെങ്കിലും 2024 ഒക്ടോബറിൽ ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിൽ ദളിത് യുവാവിനെ ആക്രമിക്കുകയും ശരീരത്തിൽ മൂത്രമൊഴിക്കുകയുമായിരുന്നു. കൂലി ചോദിച്ചതിനായിരുന്നു ഈ ശിക്ഷ. ലക്നൌവിൽ പകൽ ഉറങ്ങുകയായിരുന്ന ദളിത് തൊഴിലാളിയുടെ മുഖത്താണ് മൂത്രമൊഴിച്ചത്. 2023 ഏപ്രിൽ മധ്യപ്രദേശിലെ സിദ്ദിൽ BJP MLAയുടെ പ്രതിനിധി ആദിവാസി യുവാവിന്റെ മുഖത്ത് മൂത്രമൊഴിച്ച സംഭവമുണ്ടായി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മീശ വളർത്തിയതിനാണ് ദളിത് യുവാവ് മർദ്ദനത്തിന് ഇരയായത്. മധ്യപ്രദേശിൽ ഒരു ദളിത് തൊഴിലാളിയുടെ 5 മാസം ഗർഭിണിയായ ഭാര്യ അവരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടു. അധികൃതരുടെ നിസ്സംഗതയും സംഘപരിവാറുകളുടെ വർണ്ണവിവേചനവും കൂടിച്ചേരുമ്പോൾ രാജ്യത്തെ ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ നേർചിത്രങ്ങളിൽ ചിലതാണ് ഇവയൊക്കെ. സവർണ വിഭാഗങ്ങളുടേതുപോലെ വിവാഹാഘോഷ യാത്രകൾ പാടില്ല, കുതിരപ്പുറത്തേറി സഞ്ചരിക്കരുത് തുടങ്ങിയ വിലക്കുകളും നേരിടേണ്ടി വരുന്നു. പാർലമെന്റിലും നിയമസഭകളിലും പ്രതിപക്ഷവും പൊതുവിടങ്ങളിൽ മനുഷ്യാവകാശ പ്രവർത്തകരും വിഷയം ഉന്നയിക്കുകയും നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെങ്കിലും നടപടികൾ ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് BJP സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ രാജ്യത്തിന്റെ ഭരണഘടന പ്രത്യേക സംരക്ഷണം നൽകണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന വിഭാഗമാണ് ഈ വിധം പ്രശ്നങ്ങളെയും അതിക്രമങ്ങളെയും അഭിമുഖീകരിക്കുന്നത്. പലപ്പോഴും BJP സർക്കാരുകൾ ഇരകളെയല്ല, വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുവെന്നാണ് മേൽ ഉദ്ധരിച്ചിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദളിത് അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പക്ഷാപാതരഹിതമായ കർശന നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്.